ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പം വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, ഡേറ്റ് ഒന്നുമില്ല. എപ്പോൾ കാണുന്നോ അന്നേ ദിവസം, എന്ന് കാണുന്നോ അന്നേ ദിവസം. ഓക്കെ, അന്നേ ദിവസം ഇത് വാലിഡ് ആയിരിക്കും. കാരണം എല്ലാ റീഡിങ്സും നമ്മൾ ടൈംലെസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എപ്പോൾ എടുക്കുന്നോ അപ്പോൾ എപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും. അന്നേ ദിവസം നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. യെസ്, ഇന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മനസ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ യെസ് ആണ്, ഗോ എഹെഡ്. ഇന്നലെ ഒരു നോ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ വേണ്ടെന്ന് വെച്ച കാര്യം ഇന്ന് ചെയ്തോളാന്നിരിക്കും കേട്ടോ. സക്സസ്. ഇന്നെന്ത് വേണം? സക്സസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, യെസ്സും പറഞ്ഞിട്ടുണ്ട്, സക്സസ്സും പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരെണ്ണം റീകൺസിഡർ ചെയ്യാൻ, വീണ്ടും പരിഗണിക്കാൻ പറയുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് പരിഗണിച്ചിട്ട് മുന്നോട്ട് പോകൂ, സക്സസ്ഫുൾ ആകും, യെസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇന്നേ ദിവസം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും എന്നാണ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ടാരോയ്ക്ക് എന്താണ് നമ്മുടെ ജനറൽ ഗൈഡൻസ് പറയാനുള്ളത് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഓക്കെ, എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, അത് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കുള്ള എന്തോ ഒന്ന് ഈ വീഡിയോയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് കാണുക, അതിൽ ഉള്ള നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. ബാക്കിയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ടാരോയുടെ ഒരു പ്രത്യേകത. നമുക്ക് സമയമാകുമ്പോൾ മാത്രമേ അത് നമ്മുടെ മുമ്പിലേക്ക് വരുള്ളൂ, നമുക്ക് കാണാൻ സമയമാകുമ്പോൾ മാത്രം. അതും എത്രയോ ടാരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലൂടെ വന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എത്ര എണ്ണം ഓപ്പൺ ചെയ്യും? അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾക്കുള്ള എന്തോ ഒന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ തോന്നാനും ഒക്കെ അതൊക്കെ ഒരു നിമിത്തമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് വേണം, എന്നാലേ ആ വീഡിയോ നിങ്ങളുടെ കണ്ണിന് മുന്നിലെത്തുകയും അത് നിങ്ങൾ കാണുകയൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം 2 of Swords എനർജിയാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കണ്ണ് കെട്ടി നിൽക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഏഞ്ചൽസ് നമ്മളോട് പറഞ്ഞത് യെസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ യെസ് എന്ന് കരുതി മുന്നോട്ട് പോകുക. നിങ്ങൾ അങ്ങനെ ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്, ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽപ്പുണ്ട്. യെസ് എടുത്താലും നോ എടുത്താലും നിങ്ങൾ ഹേർട്ടാകും എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ യെസ്സുമായി മുന്നോട്ട് പോകാനാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ യെസ് എന്ന് പറയുന്നത് നമുക്ക് ഏഞ്ചൽസ് തന്നൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ ആ ഗൈഡൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം, എനിക്ക് വേണ്ടതാണോ, എനിക്കിതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഞാനിത് ലോങ് ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ, ലോങ് റണ്ണിൽ നോക്കുമ്പോൾ എനിക്ക് പ്രയോജനമുണ്ടോ, ഞാനിത് എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ, അതോ വേദനയെ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക. യെസ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ റീകൺസിഡർ എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളൊന്നും കൂടെ പരിഗണിക്കണം, വേണോ വേണ്ടയോ എന്നൊരു ഉത്തമ തീരുമാനം എടുത്തതിന് ശേഷം മാത്രം യെസ് എന്ന തീരുമാനമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴേ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മൾ മനസ്സിലാവും, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതില്ല. നമുക്ക് വായിൽ വരുന്ന എല്ലാം നമ്മൾ പുറത്തേക്ക് പറയേണ്ട ആവശ്യം
ഇല്ല, ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പ് ആലോചിക്കണം. ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതോ കേൾക്കുന്ന ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറയണ്ട. അതിപ്പോൾ അവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ആളാകാനോ അല്ലെങ്കിൽ അത് പറയുന്നത് ഒരു വെറുതെ ഒരു ഫണ്ണാക്കാനോ വേണ്ടിയായിരിക്കും. പക്ഷെ അത് പറയുന്നത് കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ആർക്കെങ്കിലും വേദനയാണുള്ളതെങ്കിൽ അതങ്ങ് പറയണ്ടെന്ന് വെച്ചാൽ മതി. അങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ട് ഒഴിവായി പോകുന്ന എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അങ്ങ് പോട്ടെ. നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഒരു സങ്കടം ഉണ്ടാകുന്നതെങ്കിലും പറയാതിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സങ്കടം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ വെറുതെ ബ്ലാ 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 വെക്കേണ്ട കാര്യം ഇല്ല. രണ്ടാമത്തെ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഇത് തന്നെ ആയിരിക്കും. റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും നിങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലോങ് റണ്ണിൽ സന്തോഷം കിട്ടുമോ, അതോ നാളെയും വീണ്ടും ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു റീയൂണിയൻ്റെ കാർഡാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇത് സെലക്ട് ചെയ്ത് ഇപ്പോൾ വീണ്ടും ഒരു അവസരം വന്നു നിങ്ങൾ സെലക്ട് ചെയ്താൽ വീണ്ടും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ, അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അതിനെ ഒന്നും കൂടെ വിലയിരുത്തണം. ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ഞാൻ ഇയാളെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ അതോ വിട്ട് കളയണോ എന്ന് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. ഓക്കെ, അങ്ങനൊരു കാര്യം കാണുന്നുണ്ട്. 2, നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന, നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി, നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ, ഓണർ, നിങ്ങൾക്ക് ബഹുമതി നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടുന്നു. ചിലപ്പോൾ അതൊരു നല്ല വാക്കായിട്ടായിരിക്കും. ഒരു ബഹുമതി എന്ത് മിക്കവാറും വാക്കുകളിലൂടെ ആയിരിക്കും നമുക്കത് കിട്ടുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിക്കും. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു നല്ല വാക്ക് ആരോടെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുന്നതാവാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നൊന്ന്, നിങ്ങളുടെ എംപ്ലോയറിന് നിങ്ങളോടൊരു മമത, ഒരു പ്രത്യേക പരിഗണന തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അയാൾ മതിക്കുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേറ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് കൂടിച്ചേരാനുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ വേണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കാർഡ് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പണത്തിന് വേണ്ടിയിട്ട് ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ടായിരിക്കും, പലരോട് ചോദിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഓവർ ടൈം ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് ഈ ചെയ്യുന്ന ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നൊന്ന്, ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്ന സമയത്ത് അതിനെ ഒന്ന് പാച്ചപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ വേണോ വേണ്ടോ എന്നൊരു തീരുമാനം നിങ്ങൾ ഇന്നേ ദിവസം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര വർക്ക് ചെയ്താന്ന് പറഞ്ഞാലും ചിലപ്പം നമ്മൾ സത്യത്തോടടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വേണ്ടാന്നായിരിക്കും തോന്നുന്നത്. അപ്പോൾ അത് ഉചിതമായ തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. യൂണിവേഴ്സ് പറയുന്നത് ഉചിതമായ തീരുമാനം എടുക്കുക എന്നാണ്. അത് തന്നെയാണ്, നിങ്ങൾക്ക് രാത്രികളിൽ ഉറക്കമില്ല എന്നാണ്. ഈ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്തിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് രാത്രികളിൽ ഉറക്കമേ ഇല്ല. നിങ്ങൾ രാത്രിയിലൊക്കെ കരയാറുണ്ട്. ചിലപ്പോൾ കരഞ്ഞായിരിക്കും ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. നിങ്ങളിവരെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അവിടേക്കായിരിക്കും ചിലപ്പോൾ അവരിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഭയങ്കര സന്തോഷമൊക്കെ തോന്നുമെങ്കിലും വേണോ വേണ്ടയോ എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വേണോ വേണ്ടയോ എന്ന്. കാരണം ഇത്രയധികം വേദന തന്നിട്ട് പോയ ഒരാളായതുകൊണ്ട് ഇനിയും വേണോ എന്നൊരു ചോദ്യം നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വഴക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ടവറാണ്. മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് അട്ടിമറിക്കപ്പെട്ടതുപോലെ തലകീഴായി മറിയാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. ഭയങ്കരമായ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആകാനും മതി. നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ മാനസികമായിട്ട് വല്ലാതെ സമ്മർദ്ദപ്പെടുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, പെട്ടെന്ന് മുമ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ മൊത്തത്തിൽ ഷഫിൾഡ് ആവുന്നതാകാം. ചിലപ്പോൾ ബോധം കെട്ട് വീഴാനോ ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഇന്ന് രാത്രിയിൽ പോലും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. രാത്രി ഉറങ്ങാതെ ആയിരിക്കും നിങ്ങൾ ഇന്ന് നേരം പുലരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഇന്ന് രാത്രിക്ക് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സാഹചര്യങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു വഴക്കിലായിരിക്കും ചിലപ്പോൾ അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ചിന്തകളിലാകാം, നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിലാകാം, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അത് നിങ്ങളുടെ ഹൃദയം
അത് വല്ലാതെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. മിക്കവാറും വഴക്കുണ്ടാകും. അപ്പോൾ പരസ്പരം ഭയങ്കരമായ പ്രിയതരമായിട്ടുള്ള ആളുകൾ തമ്മിൽ പിരിഞ്ഞു പോകുമെന്നുള്ളതായിരിക്കും. കാരണം ഹൃദയത്തിന് അത്രത്തോളം മുറിവേക്കണമെങ്കിൽ അങ്ങനെയുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാകാനാണ് സാധ്യത. അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആകാനുള്ള സാധ്യതയുണ്ട്. വഴക്കുണ്ടാകാനും ഹാർട്ട് ബ്രോക്കൺ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ വഴക്കുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുക. കാരണം നമ്മൾ പറഞ്ഞ വാക്കുകൾ ഓർത്തോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തികൾ ഓർത്തോ തന്നെയായിരിക്കും മിക്കവാറും നമ്മൾ ഹൃദയം തകർന്നിരിക്കാൻ സാധ്യത. നമ്മൾ പറയുന്നതിൻ്റെ മറുവാക്കായിരിക്കും നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത പെയിൻ നമ്മൾ ഓർക്കത്തില്ല, തിരിച്ചു കിട്ടിയ പെയിനെ നമ്മൾ ഓർക്കത്തുള്ളൂ. ഇതേ വേദന അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും കിട്ടിയിട്ടുണ്ടാവും, അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ വേദനയെ തലോടിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം വഴക്കുണ്ടാകാനും ഹാർട്ട് ബ്രോക്കൺ ആകാനും സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചിരിക്കുക എല്ലാവരും. വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ വഴക്കിൽ നിന്നും അകന്നു പോവുക. ഓക്കെ, അത് ചിലപ്പോൾ മിക്കവാറും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതാകാം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാകാം, സംസാരിക്കുമ്പോൾ വഴക്കുണ്ടാകുന്നതാകാം, അങ്ങനെ വീണ്ടും ഹാർട്ട് ബ്രോക്കൺ ആവുന്നതാകാം കേട്ടോ. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. 2 ഓഫ് കപ്സിൻ്റെ താഴെ ഡബിൾ കാർഡ് വന്നത് കണ്ടോ? 3 ഓഫ് സോഡ്സിൻ്റെ വലതുവശത്ത് ഡബിൾ കാർഡ് വന്നത് കണ്ടോ? അപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നാളെ അല്ലെങ്കിൽ ഇന്ന് കാണുന്നത്. നാളെയല്ല, ഇന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യത. തേർഡ് പാർട്ടിയോടൊപ്പം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കാണാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴക്കുണ്ടാകാതെ സൂക്ഷിക്കുക. കാരണം വാക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു എനർജിയാണ്. നോട്ടം എന്ന് പറയുന്നത് വല്ലാത്തൊരു എനർജിയാണ്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പോലും വല്ലാത്തൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. വഴക്കുണ്ടാകാൻ പോകുന്ന ആളുകളുടെ വാക്ക്, നോക്ക്, പ്രാക്ക് ഒക്കെ മേടിച്ച് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നല്ലൊരു നെഗറ്റീവ് എനർജി നിങ്ങൾ ഇന്നേ ദിവസം പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. നല്ലൊരു നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങളിന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. വഴക്കുണ്ടാക്കാൻ പോകണ്ട. വഴക്കിന് കാരണമാകരുത്. വഴക്ക് വലുതാക്കാൻ നിൽക്കരുത്. വഴക്ക് കോംപ്രമൈസ് ചെയ്യാനും പോകരുത്. വഴക്ക് കണ്ടാൽ ഓടി രക്ഷപ്പെട്ടോണം കേട്ടല്ലോ. ഓക്കെ, തേർഡ് പാർട്ടിയെ കാണാൻ സാധ്യതയുണ്ട് എന്നാ ദിവസം. പക്ഷേ നിങ്ങൾ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ പോകണ്ട. മിക്കവാറും തേർഡ് പാർട്ടിയെ നിങ്ങൾ കൺഫറൻറ്റ് ഇന്ന് നേരിട്ട് കാണാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടിയുമായി നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കാണാനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ് പേഴ്സണുമായിട്ട് വഴക്കുണ്ടാക്കാനോ സാധ്യതയുണ്ട്. എന്തായാലും ഒരു വഴക്കുണ്ടാവും. നല്ല ഒന്നാന്തരം ഒരു വഴക്ക് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ വഴക്കൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് അയാൾ എന്തും റെഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. സമൃദ്ധി എന്നാണ് അർത്ഥം. അത് സന്തോഷമാകാം, പണമാകാം. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഏസ് ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ് ടെമ്പറൻസ്. കോംപ്രമൈസ് ചെയ്യാനാണ് കേട്ടോ. വഴക്കുണ്ടാകും ഉറപ്പാണ്. അപ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളായിട്ട് അവിടെ രംഗം വഷളാക്കാൻ പോകണ്ട. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. കോംപ്രമൈസ്. ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടെങ്കിലും ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വഴക്ക് ആരോടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് കോംപ്രമൈസ് ചെയ്യണം. കാരണം അവർ നിങ്ങൾക്കൊരു ഭയങ്കര നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം അതങ്ങ് കോംപ്രമൈസ് ചെയ്യുക. ചിലപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേഷൻ ഫേസിലേക്ക് പോയത്. അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മളോട് പറഞ്ഞല്ലോ 2 ഓഫ് സോഡിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഏഞ്ചൽസ് നമ്മളോട് പറഞ്ഞത് നമ്മളോട് മുന്നോട്ട് പോകുക, പക്ഷേ റീകൺസിഡർ ചെയ്തിട്ടേ പോകാവുള്ളതാണ് പറഞ്ഞത്. ഒരു വഴക്കുണ്ടാകാനും ഹാർട്ട് ബ്രോക്കൺ ആകാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും വഴക്കുകളുടെ സാഹചര്യമുണ്ട്. ഈ റീയൂണിയൻ നടന്നാൽ തന്നെ അവിടെ ഒരു വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 5 ഓഫ് കപ്സിൻ്റെ എനർജി ഉള്ളത് ടവറിൻ്റെ താഴെയാണ്, ടെമ്പറൻസിൻ്റെ അടുത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വഴക്കുണ്ടായതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഓർത്തിട്ടോ അല്ലെങ്കിൽ എന്താണോ സംഭവിച്ചത് അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത്. കടുത്ത
നിരാശയിലും കടുത്ത ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുക, കോംപ്രമൈസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വരുന്നത് 7 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി നമ്മുടെ തന്നെ ഒരു ഇന്നർ തോട്ട്സിനോട് സ്ട്രഗിൾ ചെയ്യുന്നു. അതുപോലെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ആളുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജികൾ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനോട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്കെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളൊരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ബ്ലോക്കിനകത്ത് നിന്ന് പ്രതിരോധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ആ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. അതായത് എന്ത് വന്നാലും നിങ്ങൾ ഇന്നേ ദിവസം പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി വെക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്ത് പ്രശ്നം വന്നാലും എന്തൊരു നെഗറ്റീവ് കാര്യത്തിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. നിങ്ങൾ പോസിറ്റീവിൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാർഡ് വരുന്നുണ്ട്. രാത്രിയിൽ ഉറക്കമില്ലാതെ സ്വപ്നം കണ്ട് കരഞ്ഞതിൻ്റെ ഓർമ്മകളുണ്ട്, കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല, ചിലപ്പോൾ സ്വപ്നം കണ്ട് കരഞ്ഞിട്ടുണ്ടാവും. സ്വപ്നം കണ്ടല്ല, ഓർത്തോർത്ത് കരഞ്ഞിട്ടുണ്ടാവും. ഓർത്തോർത്ത് കരഞ്ഞായിരിക്കും ഉറങ്ങിയത്. ചിലപ്പോൾ ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല, ഉറക്കത്തെയും ഞെട്ടി ഉണർന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പം ഇത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആവുന്ന സമയത്തെ വഴക്ക് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്നത്. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതും ആ മുറിപ്പെട്ട ഹൃദയത്തെ എടുത്ത് വീണ്ടും നിങ്ങൾ കുത്തി നോവിക്കുന്നതുമായിരിക്കും. അതേ കാര്യങ്ങൾ ഓർത്തോർത്ത് നിങ്ങൾ വേദനിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു തോട്ട് നിങ്ങൾക്ക് ഭയങ്കരമായ നെഗറ്റീവ് എനർജി തരുന്നുണ്ട്. നമ്മളിൽ നെഗറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജിയെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ്സിനെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അങ്ങനെയുള്ള ഓർമ്മകളെല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്ത് കളഞ്ഞേക്കുക കേട്ടോ. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തിട്ട് അങ്ങ് വിട്ട് കളയുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് സംഭവിച്ചു എന്ന രീതിയിൽ പിന്നീട് ബിഹേവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വിട്ട് കളഞ്ഞേക്കുക. അതിനെ ഫൊർഗീവ് ചെയ്യുക, ഫൊർഗെറ്റ് ചെയ്യുക, വിട്ട് കളഞ്ഞേക്കുക, സറണ്ടർ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. കുറേ സമാധാനം ഉണ്ടാവും. നമ്മൾ ഓർത്തോർത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ പോലും അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അത് ഇന്ന ആളായിരിക്കും എന്ന് വിചാരിക്കും. എന്നിട്ട് ഇന്ന ആളുടെ മുഖം മനസ്സിൽ വിചാരിച്ച് അവരുമായിട്ടായിരിക്കും എന്ന് വിചാരിച്ച് അവരെ തമ്മിലങ്ങ് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ നടത്തി അവരെ തമ്മിലങ്ങ് സെറ്റാക്കും. ഇന്നലെയും കമൻറ്റിനകത്ത് ഇങ്ങനെ കണ്ടായിരുന്നു, അവൻ തേർഡ് പാർട്ടിയായിട്ട് ചാറ്റ് ചെയ്യുവല്ലേന്ന്. അങ്ങനെ ആണോ അല്ലേ നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്താൽ അത് സംഭവിക്കും. അപ്പം അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് നെഗറ്റീവ് കണ്ടാലും നിങ്ങൾ പൂർണ്ണമായിട്ടും ഇന്നയാൾ നിങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. വേറെ കേൾക്കുന്നതൊന്നും നിങ്ങൾക്കുള്ളതല്ല, വേറെ ഒന്നും നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്കുള്ളത് അയാൾ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അതിനെ സറണ്ടർ ചെയ്ത് കാത്തിരിക്കുക. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എത്ര കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അബണ്ടൻസിൻ്റെ ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഓൾറെഡി അബണ്ടൻസ്, ഫിനാൻഷ്യൽ അബണ്ടൻസ് ഇന്ന ദിവസം ഉണ്ട്, പണം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു ജോലി ഓഫർ ആയിരിക്കാം, അതും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ജോലി ഓഫർ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ കൂടുതലായിട്ട് ഓവർ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. എങ്കിലും രാത്രിയിൽ ഉറക്കമില്ലാത്തതിനെക്കുറിച്ചും നിങ്ങളൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ചും കാണുന്നുണ്ട്. നിങ്ങളുടെ മുറിഞ്ഞ ഹൃദയത്തെ എടുത്തു വെച്ച് നിങ്ങൾ വീണ്ടും കുത്തി നോവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറേ അധികം നെഗറ്റീവ് ചിന്തകളിൽ ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒന്നും ഒരു പ്രശ്നവുമില്ല. ഏഞ്ചൽസ് നമ്മളോട് പറഞ്ഞത് ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമാണെന്നാണ്. അപ്പോൾ സക്സസ്ഫുൾ ആണ് ദിവസം എന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഐ ആം ഗുഡ്, ഐ ആം ഇനഫ്, ഐ ആം ഓക്കെ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളിൽ കൂടെ വലിച്ചു വെക്കുന്നതാണ് കേട്ടോ. ചിന്ത ഒരു വല്ലാത്ത എനർജിയാണ്. അപ്പോൾ ഈ നമ്മുടെ ചിന്തകളിലൂടെയാണ്, പോസിറ്റീവായാലും നെഗറ്റീവായാലും ചിന്തകൾ ഒരു വല്ലാത്ത എനർജിയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കലുഷിതമാക്കുന്നതും സന്തോഷമാക്കുന്നതും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം നല്ലത് ചിന്തിച്ച് നന്നായിട്ട് സന്തോഷിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.